പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് പ്രിയങ്കരനായ വി ഡി സതീശൻ സാർ, വേദിയിലുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, സർവോപരി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ, നേതാക്കന്മാർ, ജനപ്രതിനിധികൾ, സഹോദരന്മാർ, സഹോദരിമാരെ, ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം നീട്ടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇത് പാലക്കാടാണ്. പാലക്കാടിനൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഈ രാജ്യത്തിൻ്റെ താളം തെറ്റുമ്പോൾ ആ രാജ്യത്തിൻ്റെ പാരമ്പര്യവും പൈതൃകവും മുറുകെ പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ബാലൻസ് തെറ്റിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് വളരെ ഉച്ചസ്ഥിരം പ്രഖ്യാപിക്കുന്ന ഒരു രാജ്യമാണ് പാലക്കാട്. അതിൻ്റെ പേരിൽ തന്നെയാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാ പ്രവചനങ്ങളെയും മറികടന്നുകൊണ്ട് പ്രിയപ്പെട്ട വി കെ ശ്രീകണ്ഠൻ പാലക്കാടിൻ്റെ MP ആയി മാറിയത്. ആ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പൊന്നാപുരം കോട്ട എന്നറിയപ്പെടുന്ന ആലത്തൂരിൽ നിന്ന് ഈ പാലക്കാടിൽ നിന്ന് പ്രിയപ്പെട്ട ശ്രീമാൻ വി കെ ശ്രീകണ്ഠനും കുമാരി രമ്യ ഹരിദാസും പാർലമെൻറ്റിലേക്ക് കയറിപ്പോയത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പൊന്നാപുരം കോട്ടയെ തകർത്തുകൊണ്ടാണ് എന്ന കാര്യം കൂടെ ഞങ്ങൾ ഈ സന്ദർഭത്തിൽ സ്മരിക്കുകയാണ്. അതുപോലെ പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമായ ഈ ജില്ലയിൽപ്പെട്ട തൃത്താല അസംബ്ലി നിയോജക മണ്ഡലത്തിൽപ്പെട്ട പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന പ്രിയപ്പെട്ട അബ്ദുസ്സമദ് സമദാനിയും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ലേബലിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ തന്നെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഈ ജനങ്ങളെ സാക്ഷി നിർത്തി ഇവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല. പ്രിയപ്പെട്ട രാഹുൽജിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഈ രാജ്യത്ത് ഒരമ്മ പെറ്റ മകനും ഒരു ഉമ്മ പെറ്റ മകനും കഴിയാത്ത തരത്തിൽ രാജ്യം വെല്ലുവിളി നേരിടുമ്പോൾ, പ്രതിസന്ധി നേരിടുമ്പോൾ, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഇറങ്ങി വന്ന് പാവപ്പെട്ടവനോടൊപ്പം, മർദ്ദിതനോടൊപ്പം, പീഡിതരോടൊപ്പം, അവഗണിക്കപ്പെടുന്നവരോടൊപ്പം നിന്നുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പടപൊരുതുന്നതിൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രിയങ്കരനായ രാഹുൽജിയെ പാലക്കാട് ജില്ലയിലെ ഈ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ പ്രിയപ്പെട്ട കേരളത്തിൻ്റെ കർമ്മകുശിതനായ പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട വി ഡി സതീശൻ സാർ ഈ വേദിയിലുണ്ട്. ബഹുമാനപ്പെട്ട വി ഡി സതീശൻ സാറേയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തൃശ്ശൂരിലാണ് ഉള്ളത്. പ്രിയപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തങ്ങളുടെ അഭാവത്തിൽ പ്രിയപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പാർലമെൻറ്റ് മണ്ഡലത്തെ ഒരുപാട് തവണ ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിനിധീകരിച്ച മുൻ MP പ്രിയപ്പെട്ട വിജയരാഘവേട്ടൻ വേദിയിലുണ്ട്. അതുപോലെ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരുപാട് കാലം നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട CA കരീം സാഹിബ് വേദിയിലുണ്ട്. പ്രിയപ്പെട്ട മണ്ണാർക്കാടിൻ്റെ വികസന നായകൻ അഡ്വക്കേറ്റ് ശംസുദ്ദീൻ സാഹിബ് വേദിയിലുണ്ട്. പ്രിയപ്പെട്ട VT ബൽറാം വേദിയിലുണ്ട്. നമ്മുടെ സ്ഥാനാർത്ഥികൾ പ്രിയപ്പെട്ട വി കെ ശ്രീകണ്ഠൻ വേദിയിലുണ്ട്. പ്രിയപ്പെട്ട രമ്യ ഹരിദാസ് വേദിയിലുണ്ട്. അതുപോലെ പ്രിയപ്പെട്ട DCCയുടെ പ്രസിഡന്റ് പ്രിയങ്കരനായ തങ്കപ്പൻ വേദിയിലുണ്ട്. KPCCയുടെ ഭാരവാഹികൾ C ചന്ദ്രൻ വേദിയിലുണ്ട്. അതുപോലെ തന്നെ മുൻ DCC പ്രസിഡന്റ് പ്രിയപ്പെട്ട CV ബാലചന്ദ്രൻ വേദിയിലുണ്ട്. അതുപോലെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ അഡ്വക്കേറ്റ് TS സിദ്ദീഖ്, MM ഹമീദ് സാഹിബ്, കളത്തിൽ അബ്ദുള്ള മുതലായ നേതാക്കന്മാർ വേദിയിലുണ്ട്. പ്രിയങ്കരനായ മുൻ MLA CP മുഹമ്മദ്, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുമേഷ് അച്യുതൻ വേദിയിലുണ്ട്. ഇനിയും ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല. നിങ്ങളൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഒരു വ്യക്തിയുടെ ശബ്ദത്തിന് വേണ്ടി മാത്രമാണ്. ആ വ്യക്തിയാണ് ഇന്ത്യ ഉറ്റുനോക്കുന്ന വ്യക്തി. അതിലാണ് നമ്മളുടെയൊക്കെ പ്രതീക്ഷ എന്നർപ്പിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രിയപ്പെട്ട PV രാജേഷുണ്ട്, മറ്റു നേതാക്കന്മാർ പ്രിയപ്പെട്ട ബാബുരാജുണ്ട്, മറ്റ് എല്ലാവരെയും അതിനേക്കാളൊക്കെ ഉപരി ഈ കത്തി പൊള്ളുന്ന ഈ വെയിലിൽ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും വാഹനങ്ങൾ ഇപ്പോൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസാണ്
തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വാഹനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ചൂടിലും ഈ വേദിയെ ധന്യമാക്കിയ നിങ്ങളെ എല്ലാവരെയും ഐക്യജനാധിപത്യ മുന്നണിയുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട DCC പ്രസിഡന്റ് ശ്രീമാൻ തങ്കപ്പനോട് ഈ വേദി നിയന്ത്രിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട വേദിയിലുള്ള നമ്മുടെ രാഹുൽജി, എൻ്റെ മുന്നിലുള്ള പാലക്കാടിലെ UDFൻ്റെ സന്നദ്ധ ഭടന്മാരെ ഒരു പ്രസംഗത്തിന് ഉദ്ദേശിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും മതേതരത്തിനും ജനാധിപത്യത്തിനും വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജാഗരൂകരായിട്ട് ഈ നമ്മുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഐക്യ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥികളെ മുഴുവൻ ജയിപ്പിക്കാൻ നിങ്ങൾ രംഗത്തിറങ്ങണം. ഈ വെയിലത്തും 42 ഡിഗ്രിയാണ് ഇപ്പോൾ ചൂട്. എങ്കിൽ പോലും വകവെക്കാതെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും അഭിവാദ്യം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ല കർഷക ജില്ലയാണ്. അതുകൊണ്ട് പറയാം, പാലക്കാട് ജില്ലയിലെ കർഷകർ വളരെ ദുരിതത്തിലാണ്. ഒരു ഭാഗത്ത് വന്യമൃഗങ്ങളുടെ ശല്യത്തോടുകൂടി വളരെ കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടി നിൽക്കുന്നു. മറുഭാഗത്ത് കൃഷി ചെയ്യാൻ കിഴക്കൻ മേഖലയിൽ വെള്ളം കിട്ടാതിരിക്കുന്നു. അതുപോലെ തന്നെ കൃഷിയുടെ ഉൽപ്പന്നത്തിന് വേണ്ടി പൈസ കിട്ടാതെ നമ്മളെ നെൽ കർഷകർ പ്രത്യേകിച്ചും അവരുടെ വിറ്റ നെല്ലിന് സ്വന്തം മുതലിന് പൈസയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആ കർഷക ദുരന്തം നമ്മൾക്ക് നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽജിയുടെ മുന്നിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾക്കറിയാം, ഇതിൻ്റെ മുൻപ് ഈ രാജ്യത്ത് കർഷകർ ദുരിതത്തിലായപ്പോൾ 72 കോടിയിലേറെ കർഷകരെ കടം വഴി തള്ളിയ ഐക്യജനാധിപത്യ UPA സർക്കാർ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതോടൊപ്പം തന്നെ ഈ പാലക്കാട് ജില്ലയിലും ഉൾപ്പെടെയുള്ള കർഷകരുടെ ദുരിതം മാറ്റാൻ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ നിങ്ങൾ ജയിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഇവിടെ ഈ പ്രസംഗിക്കാൻ വിളിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു കൂടി പറയട്ടെ സാർ, ഈ സ്ഥലം പാലക്കാട് ജില്ല ഒരു കാലത്ത് ഇന്ദിരാഗാന്ധി ഈ തോറ്റനുസരിച്ച് തിരിച്ചു വരുന്നതിന് ഈ പാലക്കാട് മണ്ണ് സാക്ഷ്യം വഹിച്ചതാണ്. അതോടൊപ്പം തന്നെ ഞാൻ കൂടെ സംസാരിക്കുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽജിനെ പ്ലീസ്, രാഹുൽജി addressing the crowd, please. VD Satishan ji, Marakar ji, Vijay Raghavan ji, Advocate Samshuddin ji, VC Kabir ji, KA Chandran ji, VT Balram ji, A Tankapan ji, our candidates VK Srikandan ji, Ramya Haridas ji, senior leaders of India Alliance on the dais, brothers and sisters, friends from the media, workers. ഈ വേദിയിലിരിക്കുന്ന സ്ഥാനാർത്ഥികളെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ, ഐക്യജനാധിപത്യ മുന്നണിയുടെയും UDFന്റെയും പ്രവർത്തകരെ, മാധ്യമത്തിൽ നിന്ന് വന്നിട്ടുള്ള സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, സ്വാഗതം. എല്ലാവർക്കും എൻ്റെ സ്വാഗതം. As you are aware, this election is being fought between those who want to destroy the constitution and destroy the democratic structure of our country, and us who want to protect the constitution and protect democracy. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം നടക്കുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ജനാധിപത്യ പ്രക്രിയയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരാശയധാരയും മനുഷ്യരും തമ്മിലും ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം നടക്കുന്നത്. The Prime Minister says one nation, one leader, one language, one religion. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് ഒരു രാജ്യം, ഒരു ദേശം, ഒരു നേതാവ്, ഒരു ഭാഷ, ഒരു മതം. How can you tell the people of Kerala, the people of Tamil Nadu, people of Bengal, people of UP that there will be one language in India? എങ്ങനെയാണ് നിങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളോട്, തമിഴ്നാട്ടിലെ ജനങ്ങളോട്, ഉത്തർപ്രദേശിലെ ജനങ്ങളോട്, ആസാമിലെ ജനങ്ങളോട് പറയാൻ സാധിക്കുക ഇന്ത്യയിൽ ഒരേ ഒരു ഭാഷ മാത്രമേ പാടുള്ളൂ എന്ന്? Malayalam is not just a language. It is your history, your tradition, your way of thinking. മലയാളം എന്ന് പറയുന്നത് നിങ്ങളുടെ കേവലം ഒരു ഭാഷ മാത്രമല്ല.
മലയാളം എന്ന് പറയുന്നത് മലയാളിയുടെ ചരിത്രമാണ്, മലയാളിയുടെ പാരമ്പര്യമാണ്, മലയാളി ചിന്തിക്കുന്ന രീതിയാണ് മലയാള ഭാഷ. Every Indian language is equally important. ഭാരതത്തിലെ എല്ലാ ഭാഷകളും തുല്യ പ്രാധാന്യമുള്ളവയാണ്. For the Tamils, Tamil is important. For you, Malayalam is important. For the Bengalis, Bengali is important. തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് തമിഴ് എന്ന ഭാഷ പ്രധാനമാണ്. മലയാളികളായ നിങ്ങൾക്ക് നിങ്ങളുടെ മലയാളം പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ബംഗാളികൾക്ക് ബംഗാളി ഭാഷ പ്രധാനപ്പെട്ടതാണ്. How can we expect a mother in Kerala to speak to her children in any other language than Malayalam? നിങ്ങൾക്ക് എങ്ങനെയാണ് കേരളത്തിലെ ഒരു അമ്മ ആ അമ്മയുടെ കുഞ്ഞുങ്ങളോട് മലയാളം അല്ലാതെ മറ്റൊരു ഭാഷയിൽ സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പോലും നിങ്ങൾക്ക് എങ്ങനെ കഴിയും? This idea of one nation, one language, one religion, one people, one community, this idea is designed to divide India. ഒരു രാജ്യം, ഒരു നേതാവ്, ഒരു മതം, ഒരു സമുദായം, ഒരു ജനത എന്ന ആ ചിന്ത എന്ന് പറയുന്നത് ഈ രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. India is many languages, many histories, many cultures, many religions living happily together. ഇന്ത്യ എന്ന് പറയുന്നത് വ്യത്യസ്ത ഭാഷകളും വ്യത്യസ്ത സംസ്കാരങ്ങളും വ്യത്യസ്ത ചരിത്രങ്ങളും വ്യത്യസ്ത മതങ്ങളും സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി ജീവിക്കുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്ന ആശയം. It is like a bouquet of flowers where all the flowers are different but all of them together are beautiful. ഒരു പൂച്ചെണ്ട് പോലെയാണ്, വ്യത്യസ്ത നിറത്തിലുള്ള പൂവുകൾ ചേർന്ന മനോഹരമായ ഒരു പൂച്ചെണ്ട് പോലെയാണ് ഇന്ത്യ. അതിലെ പല പൂക്കളും വ്യത്യസ്തമാണ്, പക്ഷെ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ആ പൂച്ചെണ്ട് മനോഹരമാകുന്നത്. അതുപോലെയാണ് ഇന്ത്യയും. And the entire idea of the BJP is to create instability and disharmony in India. ബിജെപിയുടെ പൂർണ്ണ ആശയം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ അസ്വാരസ്യവും ഈ രാജ്യത്തെ ജനങ്ങൾ തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മയെ ഉണ്ടാക്കുക എന്നതാണ് ബിജെപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്. To make one Indian fight with another Indian. ഒരു ഇന്ത്യക്കാരിയെ മറ്റൊരു ഇന്ത്യക്കാരിയുമായി പോരാടാനാണ് അവർ പ്രാപ്തരാക്കുന്നത്. And in the end, if you see, all they do is give away India's wealth to a few people. നിങ്ങൾക്കറിയാമോ അവസാനം അവർ ചെയ്യുന്നത്, ബിജെപി ചെയ്യുന്നത് മുഴുവൻ എന്താണെന്ന് വെച്ചാൽ ഈ രാജ്യത്തിന്റെ മുഴുവൻ സമ്പത്തും കുറച്ചാളുകൾക്ക് നൽകുക എന്ന് മാത്രമാണ് അവർ ചെയ്യുന്നത്. They divide the country to distract the country, and then all the wealth of the country goes to a few people who are close to the Prime Minister. നിങ്ങൾക്കറിയാമോ അവർ എന്തിനാണ് ഈ രാജ്യത്തെ വിഭജിക്കുന്നതെന്ന്? യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിട്ട് ഈ രാജ്യത്തെ സമ്പത്ത് മുഴുവൻ പ്രധാനമന്ത്രിയുടെ അടുപ്പമുള്ള കുറച്ച് വ്യവസായികൾക്ക് നൽകുന്നതിന് വേണ്ടിയാണ് അവർ ഈ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നത്. Defense projects, infrastructure projects, agriculture, ports, airports, wherever you look, you can find the name Adani. നിങ്ങൾ പ്രതിരോധ മേഖലയാകട്ടെ, അടിസ്ഥാന സൗകര്യ മേഖലയാകട്ടെ, കൃഷിയാകട്ടെ, വ്യവസായമാകട്ടെ, തുറമുഖമാകട്ടെ, വിമാനത്താവളമാകട്ടെ, എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഒരു പേര് കാണാൻ പറ്റും, അദാനിയുടെ പേര്. And every single Indian knows, because if you just look at the share price of Adani shares, you can find that it starts to grow the moment the Prime Minister becomes elected. നിങ്ങൾക്കറിയാവോ, ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും അറിയാൻ സാധിക്കും, അദാനിയുടെ ഓഹരിയുടെ വില നിങ്ങൾ നോക്കിയാൽ അറിയാം. ഈ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന അതേ നിമിഷം അദാനിയുടെ ഓഹരിയുടെ വില വിപണിയിൽ കുതിച്ചുയരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. The central issues in the country are unemployment, price rise, but you will never see this in the national media. നിങ്ങൾക്കറിയാമോ, ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് തൊഴിലില്ലായ്മയാണ്, വിലക്കയറ്റമാണ്. പക്ഷേ ഈ പ്രശ്നങ്ങളെ ഒന്നും നമുക്ക് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കുകയില്ല. Farmers can block the highways to Delhi, but it will never be visible in the national media. നമ്മുടെ കർഷകർ ഡൽഹിയിലേക്കുള്ള ഹൈവേകളിലെല്ലാം അവർ പ്രതിരോധിക്കും, തടയും, പക്ഷെ അതൊന്നും നമ്മുടെ മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കില്ല. Because the national media is fully controlled by the same people Mr. Narendra Modi helps. നിങ്ങൾക്കറിയാമോ, കാരണം ഈ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് നരേന്ദ്രമോദി സഹായിക്കുന്ന അതേ ആളുകളാണ്. And so the question arises, what are we going to do about the huge amount of inequality that has been created in our country?
ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം എന്താണ്? ഈ രാജ്യത്തുണ്ടായിട്ടുള്ള ഇത്രയും വലിയ അസമത്വം ഇല്ലാതാക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? You'll be surprised to know that there are 22 people in this country who have more wealth than 70 crore people. നിങ്ങൾക്കറിയാം, നിങ്ങൾ അതിശയിച്ചു പോകും. കാരണം ഈ രാജ്യത്തെ 70 കോടി ജനങ്ങളുടെ കയ്യിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ധനം ഈ രാജ്യത്തെ വെറും 22 മനുഷ്യരുടെ കയ്യിലുണ്ട്. And there are also 70 crore people in India who earn less than 100 rupees a day. നിങ്ങൾക്കറിയാമോ, ഈ രാജ്യത്ത് 70 കോടി ജനങ്ങളിലധികമുണ്ട്. ഒരു ദിവസം 100 രൂപയിൽ കുറവ് വരുമാനം ലഭിക്കുന്ന 70 കോടിയിലധികം ജനങ്ങൾ ഈ രാജ്യത്തുണ്ട്. So in fact there are two Indias. സത്യം പറഞ്ഞാൽ ഇവിടെ 2 തരം ഇന്ത്യ ആണുള്ളത്. One India that belongs to the billionaires, ഇവിടുത്തെ ലക്ഷാധിപതികൾക്കും കോടീശ്വരന്മാർക്കും വേണ്ടിയുള്ള ഒരു ഇന്ത്യ, where whatever dream they want to see they can see and fulfill. ഇവിടുത്തെ ലക്ഷാധിപതികൾക്കും കോടീശ്വരർക്കും ഏത് സ്വപ്നം കാണാനും ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും കഴിയുന്ന ഒരു ഇന്ത്യ. And the other India where the large mass of Indian people live. മറ്റേ ഇന്ത്യ, രണ്ടാമത്തെ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഭൂരിഭാഗം വരുന്ന സാധാരണക്കാർ മനുഷ്യർ ജീവിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യ. The poor people, the middle class pay the taxes. നമ്മുടെ സാധാരണ ജനങ്ങൾ, ദരിദ്രരായ ജനങ്ങൾ, അതുപോലെ മധ്യവർഗത്തിൽപ്പെട്ടവർ, അവർ നികുതി കൊടുക്കുന്നു. In fact, the poorest person in India pays exactly the same amount of GST as Mr. Adani does. നിങ്ങൾക്കറിയാമോ, യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രനായ വ്യക്തി അദാനി കൊടുക്കുന്ന അതേ അളവിലുള്ള GST അഥവാ ചരക്ക് സേവന നികുതിയാണ് ഈ രാജ്യത്ത് കൊടുക്കുന്നത്. If the poorest farmer buys a shirt and Mr. Adani buys the same shirt, they will pay exactly the same amount of GST. ഈ രാജ്യത്തെ ഏറ്റവും ദരിദ്രനായ ഒരു കർഷകൻ വാങ്ങിക്കുന്ന ഒരു ഷർട്ടിന് അദ്ദേഹം കൊടുക്കുന്ന അതേ GST ആണ് അതേ ഷർട്ട് അദാനി വാങ്ങിച്ചാൽ അദ്ദേഹവും കൊടുക്കുന്നത്. And then the entire GST money goes into the hands of the richest 15-20 people. ഈ GSTയിലൂടെ ഇന്ത്യൻ ഗവൺമെന്റ് സമാഹരിക്കുന്ന മുഴുവൻ പൈസയും പോകുന്നത് ഈ രാജ്യത്തെ കുറച്ച് അതിസമ്പന്നരായ മനുഷ്യരുടെ കയ്യിലേക്കാണ്. I'll give you a figure that will shock you. ഞാൻ നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഖ്യ നിങ്ങളോട് പറയാം. Over the last 25 Indians. നിങ്ങൾക്കറിയാമോ, ഈ രാജ്യത്തെ അതിസമ്പന്നരായ 25 ഇന്ത്യക്കാരുടെ 16 ലക്ഷം കോടി വരുന്ന ബാങ്കിലെ ലോണാണ് കഴിഞ്ഞ 10 വർഷമായി നരേന്ദ്രമോദി തള്ളിക്കളഞ്ഞത്. This is such a large number that when you say it, the average Indian doesn't understand what you mean. ഇതൊരു വലിയ നമ്പറാണ്. ഈ സംഖ്യ എന്ന് പറയുന്നത് ഒരു സാധാരണ ഇന്ത്യക്കാരന് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് എന്താണ് ഈ 16 ലക്ഷം കോടി രൂപ? So I will say it to you in a different way. ഞാനൊരു വ്യത്യസ്തമായ രീതിയിൽ അതുകൊണ്ട് നിങ്ങളോട് പറയാം. Mr. Narendra Modi has given 22 people 25 years of Manrega wages. നിങ്ങൾക്ക് ഞാൻ ലളിതമായി പറഞ്ഞാൽ, നരേന്ദ്രമോദി ഈ രാജ്യത്തെ അതിസമ്പന്നരായ 22 പേർക്ക് കൊടുത്തത് 24 വർഷം ദേശീയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ട പൈസയാണ് ഈ 22 പേർക്ക് നരേന്ദ്രമോദി If you കൊടുത്തിട്ടുള്ളത്. had started Manrega in the year 2000 and you had given all the poor people Manrega for 25 years, that is the amount of money that Mr. Narendra Modi has given to 22 people. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2000 നമ്മൾ ആരംഭിച്ചിരുന്നെങ്കിൽ ഇന്ന് 24 വർഷം ഈ പദ്ധതി മുൻപോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ മുഴുവൻ തുകയുമാണ് ഈ രാജ്യത്തെ 22 ഏറ്റവും അതിസമ്പന്നരായ ആളുകൾക്ക് നരേന്ദ്രമോദി കൊടുത്തത്. So there is a direct transfer taking place from the poorest people of India to the richest people of India. ശരിക്കും ഈ രാജ്യത്ത് നടക്കുന്നത് നേരിട്ട് ഈ രാജ്യത്തെ സാധാരണക്കാരിൽ നിന്ന് പൈസ എടുത്ത് ആ പൈസ ഈ രാജ്യത്തെ ഏറ്റവും സമ്പന്നരായ ആളുകളിലേക്ക് കൈമാറ്റം ചെയ്യുക എന്നതാണ് നരേന്ദ്രമോദി ചെയ്യുന്നത്. And the next government, the Congress party government, the India Alliance government, is going to have to take some firm steps to address this inequality. ഈ രാജ്യത്തെ അസമത്വം നേരിടുന്നതിന് ഇനി അധികാരത്തിൽ വരാൻ പോകുന്ന ഗവൺമെന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗവൺമെന്റ്, ഇന്ത്യ മുന്നണിയുടെ ഗവൺമെന്റ് ശക്തമായ തീരുമാനങ്ങൾ ഇതിനു വേണ്ടി എടുക്കേണ്ടിയിരിക്കുന്നു. India has the highest unemployment rate in 45 years. നിങ്ങൾക്കറിയാം, ഈ രാജ്യത്ത് 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കാണ് എന്നുള്ളത്. So the next government has to have a strategy to destroy unemployment. ഈ രാജ്യത്തെ തൊഴിലില്ലായ്മ ഇല്ലാതാക്കുന്നതിന് ആവശ്യമായ കൃത്യമായ ഒരു പദ്ധതിയും തന്ത്രവും അടുത്ത ഗവൺമെന്റിന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. So I'm here to tell you about a few of the steps that we are planning to take when we come to power in Delhi.
ഞങ്ങൾ ഡൽഹിയിൽ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ എടുക്കാൻ പോകുന്ന ഏതാനും പ്രധാനപ്പെട്ട ചില നടപടികളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. Now everybody knows